ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെയുള്ള ഒരു ചെറിയ കുട്ടി വ്ളോഗുമായിട്ടാണ്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ, ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന വീഡിയോസ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഈ വീഡിയോസിനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ എനിക്കെന്തോ ഇൻട്രൊഡക്ഷൻ എടുക്കാതൊരു സമാധാനം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആർക്കും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബൈ. ഇതെന്താ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇതെന്ന് കാര്യം തോന്നരുത്. കാരണം ഞാൻ എല്ലാവരും പോയതിന് ശേഷം കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റിന് തുടക്കം ഇതാകട്ടെ എന്ന് വിചാരിച്ചു, കാരണം എൻ്റെ തുടക്കം ഇതായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ നമ്മളെ മോട്ടർ കംപ്ലൈൻ്റ് കേട്ടോ. മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അത് പണി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താട്ടോ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് പൈപ്പിലാണ്. ഇന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഇന്ന് പഞ്ചായത്ത് പൈപ്പിലും വെള്ളം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കേട്ടോ വെള്ളം എടുക്കുന്നത്. പൈപ്പ് വഴി വെള്ളം എടുക്കുക. അതിൻ്റെ ഇടയിൽ പൊന്നു കാണിക്കുന്ന വേലത്തരം കണ്ടോ. പൊന്നു വെള്ളം പിടിക്കുന്നു, കളയുന്നു, വെള്ളം പിടിക്കുന്നു. ആകെ തുച്ഛമായ കുറച്ച് വെള്ളമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ ഓട്ടിച്ച് വിട്ടിട്ട് കുറേശ്ശെ വെള്ളം എടുത്ത് അകത്തേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. ഇല്ല അതിൻ്റെ ഇടയിൽ അവൾ ചൂലെടുത്തതിൽ മുക്കുകയും ചെയ്ത് ഇനി ആ വെള്ളം വേസ്റ്റാവും. എല്ലാം കൊണ്ട് ഞാൻ എന്താണ് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് ഇന്നാട്ടോ സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. അത്രമാത്രം പാടായിരുന്നു. പിന്നെ ഇവിടെ പാത്രം കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നു. ടാങ്കിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു കേട്ടോ. രാവിലെ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം എല്ലാ പാത്രവും കൂടെ, കഴുകാത്ത പാത്രങ്ങളെല്ലാം ഈ ബേസണിലാക്കി പുറത്തേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊന്നു പുറത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ പിടിക്കണം, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും ഒന്ന് അടുക്കി വെച്ച്. വെള്ളമില്ലെങ്കിൽ സത്യത്തിൽ നല്ല പാടാണ്. ഞാൻ നല്ലപോലെ പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയൊക്കെ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മീൻ വച്ചിട്ടില്ലായിരുന്നു. മീൻ വയ്ക്കാത്തത് കൊണ്ട് തന്നെയും ഏട്ടൻ വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ. അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. കാട്ടാട പോയിട്ട് വന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വന്നു. അതിലും ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇന്ന് പതിവില്ലാതെ അമ്മയും ചെന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പൊന്നുവിൻ്റെ ശബ്ദം കാണും, ആരും മൈൻഡ് ചെയ്യണ്ട. അതിൻ്റെ ഇടയിൽ ഞാൻ മീനെടുക്കാൻ വേണ്ടി ഉണ്ടായി. ഇന്ന സമയത്ത് പൊന്നു വന്ന് അതിൽ മീനിൽ പിടിക്കുകയൊക്കെ ഒക്കെയായിരുന്നു. പിന്നെ അവളെ ഓട്ടിച്ചു വിട്ട് അതിൻ്റെ ഇടയിൽ കുറേ പാവയും കുറേ കസാരയൊക്കെ കൊണ്ട് വന്ന് ഇരിപ്പായിട്ടോ. പിന്നെ കണവ അതുപോലെ തന്നെ നൊത്തോലി മീനാട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളവിടെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കണവയും നൊത്തോലിയും കൂടെ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈ ഡ്യൂട്ടിയെല്ലാം എനിക്കാണ്. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തെടുക്കണം, പെട്ടെന്ന് ചെയ്യണം. കാരണം പൊന്നു ഫുൾ സീനായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം വാരി വലിച്ച് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. അപ്പോൾ ഞാൻ പടപടാന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പൊന്നു ചെന്ന് വെള്ളത്തിൽ കളിയായിരുന്നു. പിന്നെ അവളെയും പിടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഞാൻ കഴുകിയ മീനും എല്ലാം കൂടെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇനി അത് കുക്ക് ചെയ്യാനാണ്. ആദ്യം തന്നെ ഞാൻ കണവ വെച്ചു. വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ്, നല്ല പാടാട്ടോ ഇതൊക്കെ. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കണവ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ലൈറ്റർ കാണാനില്ല. പിന്നെ അത് തപ്പി എന്നെ ഗ്യാസൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ വീത്തി കടുവൊക്കെ വറുത്ത് നമ്മുടെ കണവ തട്ടി ഒന്ന് തോരൻ വയ്ക്കണം. കണവ തോരൻ വയ്ക്കാം. അതുപോലെ തന്നെ നൊത്തോലി മീൻ ഞാൻ പൊരിക്കാമെന്ന് വെച്ചു. നൊത്തോലി കറി വെച്ചില്ല. പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കണവ തോരൻ വെക്കേണ്ടായിരുന്നു. അതിന് പകരം നൊത്തോലി കറി വെച്ചാൽ മതിയായിരുന്നു. കാരണം നൊത്തോലി കൂടുതൽ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കണവേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെ അത്രയ്ക്ക് തികയൊന്നുമില്ല. എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പുരട്ടി വെച്ചു കേട്ടോ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നൊത്തോലി വറുക്കാൻ വേണ്ടിയിട്ടൊന്ന് കുഴച്ച് വെച്ചു. അതിൻ്റെ ഇടയിൽ ഉപ്പിടാൻ ഞാൻ മറന്നുപോയി. പിന്നെ എല്ലാം പെട്ടെന്ന് ഒരു ടെൻഷൻ പോലെയായിരുന്നു എനിക്ക്. പെട്ടെന്ന് തീക്കണം കിട്ടുന്നത്. അങ്ങനത്തെ എല്ലാം കൂടെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. കണവയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തോരന് വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലും പൊന്നുവിൻ്റെ കളി ഉണ്ടായിരുന്നു. ഞാനും പൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടുതൽ. പിന്നെ ഞാൻ പുറത്തേക്ക് പോയിട്ട് ഒരു തൊട്ടി നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൈ കഴുകാനൊക്കെ ഇല്ലെങ്കിൽ പറ്റില്ല, അതില്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ തൊളിച്ച്, അത് എൻ്റെ സ്പെഷ്യൽ മീൻ പൊരിച്ചതിന് വേണ്ടിയിട്ടാണ്. നൊത്തോലി മീൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നെത്തോലി മീൻ നമ്മളാദ്യം ഒന്ന് അതിൻ്റെ ഷോർട്ട്സ് ഇടാം കേട്ടോ. അപ്പോൾ നെത്തോലി മീൻ എടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്നതിന് ശേഷം പിന്നെ കുക്കറിൽ കഞ്ഞി വയ്ക്കാൻ പോവുകയാണ്. കാരണം ചോറ് തികയാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെ നമ്മൾ കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചോറ് വീണ്ടും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവും. അത് കഴിഞ്ഞ് ഇതേപോലെ ഞാൻ മീനൊന്ന് വറുത്ത് കോരിയെടുത്തു. പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് അതേ എണ്ണയിൽ തന്നെ, ആ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഒരു 30 ചെറിയ ഉള്ളി ഒക്കെ ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞ് ഇതേപോലെ അരിഞ്ഞങ്ങ് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷം അത് നമ്മൾ നെത്തോലിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട്, നെത്തോലി ഇടുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഈ നെത്തോലി കൂടെ ഇട്ട് ഒന്ന് കിണ്ടി മറിച്ചിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് അമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി തൊഴിലുറപ്പിന്. അപ്പോഴേക്കും ഏട്ടനും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ വെള്ളം കോരാൻ വേണ്ടിയിട്ട് കപ്പി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഏട്ടൻ. അതിൻ്റെ ഇടയിൽ പിന്നെ അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഫുൾ തപ്പലാണ്. എന്നാൽ വെള്ളം കോരെയെങ്കിലും ചെയ്യാമല്ലോ, നമ്മളെ കപ്പി കാണാനുമില്ല. പൊന്നിനും പിന്നെ ഏട്ടൻ എന്നും വരുമ്പോൾ ഓരോ സിപ്പപ്പ് വാങ്ങിച്ചുകൊണ്ട് വരും. സിപ്പപ്പും ഐസ്ക്രീമും കൊടുക്കും. അതിൽ സിപ്പപ്പ് കേട്ടോ ഇന്ന് കിട്ടിയതാക്ക്. എന്നിട്ട് ഏട്ടനും അച്ഛനും കൂടെ പുറത്ത് കയർ കുരുങ്ങിയിരുന്നു കേട്ടോ. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് കയറൊക്കെ കുരുങ്ങിയിരുന്നു. ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ഈ സാധനങ്ങൾ പുറത്തെടുക്കും പൊടി തട്ടി. അങ്ങനെ അതൊക്കെ എടുത്ത് അച്ഛൻ ഫുള്ളൊന്ന് കയറൊക്കെ നല്ല ഉടക്കായിട്ടിരിക്കുകയായിരുന്നു. അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇന്ന് നല്ല ക്ലൈമറ്റായിട്ടോ, നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. എന്നിട്ടും പൈപ്പിൽ വെള്ളം വന്നില്ല. അതാണ് സങ്കടം. നമ്മൾ പൈപ്പിൽ ഓസിട്ട് മുകളിലോട്ടിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛൻ വന്ന് വിശാനും കൂടെ നിന്നിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് കപ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി തന്നു കേട്ടോ. ഞാൻ താടി മൊത്തം എടുക്കാൻ പോകുന്നു. ചോറെടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ചോറ് കൊടുത്തിട്ട് ഞാൻ ഈ ഇരിക്കുന്നത് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല. തൊഴിലുറപ്പിൽ നിന്ന് നമുക്കൊരു ഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സംഭവം എന്തൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കുത്തിയിരുന്ന് ഇത്ര പെർഫെക്റ്റായിട്ട് എഴുതി കൊടുക്കുകയാണ്. ആധാറും എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതൊക്കെ നോക്കി എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ തെറ്റിയാൽ പിന്നെ പുതിയൊരു ഫോം കിട്ടില്ല. അത് 3 മണിക്ക് മുമ്പേ കൊടുക്കുകയും വേണം പഞ്ചായത്തിൽ. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ കിടന്ന് ഇങ്ങനെ എഴുതി കൊടുക്കണത്. പിന്നെ വിശന്ന് പണ്ടാരടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ചോറ്, സാമ്പാർ, അതുപോലെ തന്നെ തോരൻ, പിന്നെ കണവത്തോരൻ, പിന്നെ നമ്മുടെ നെത്തോലി മീൻ പൊരിച്ചതുമൊക്കെ എടുത്ത് നല്ല ലാവിഷായിട്ടൊരു ഫുഡങ്ങ് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ വെള്ളം വന്നെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പൈപ്പ് മുകളിലേക്ക് ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ വെള്ളം വന്നില്ലായിരുന്നു ഗൈസ്, പറ്റിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങ് മുകളിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു. പൈപ്പ് മുകളിലോട്ടിട്ടെങ്കിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ടാങ്കിലോട്ട് വെള്ളം കയറും. അപ്പോൾ അത് നോക്കണം. കാരണം മോട്ടർ ഇപ്പം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ പൈപ്പ് വഴിയാണ് വെള്ളം എടുക്കണത്. കൊണ്ടാണ് ഗൈസ്. അപ്പോൾ ടാങ്കിൻ്റെ കൂടെ വന്നപ്പോൾ അച്ഛൻ ഇതേപോലെ പൈപ്പിന് ചുറ്റി വെച്ച് കേട്ടോ വെള്ളം കയറാണ്ടില്ലെങ്കിൽ പൈപ്പ് താഴേക്ക് വീഴും. അതുകൊണ്ടാണ് വെള്ളം വന്നാൽ പൈപ്പ് താഴേക്ക് വീഴും. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ നല്ല ദിവസത്തിന് ഇന്ന് വെള്ളം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കയറിട്ട് ഞാൻ വെള്ളം കോരാമെന്നങ്ങ് വെച്ചു. ഞാൻ ഈ വെള്ളം കോരിയത് അവസാനമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഞാൻ അമ്മാമ്മയ്ക്കൊക്കെ ഇങ്ങനെ വിളക്ക് എത്തിക്കുന്ന സമയത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ കോരി കൊടുക്കും ഇതേപോലെ കിണറ്റിൽ നിന്ന്. അതാട്ടോ അവസാനമായിട്ട് ഞാൻ കോരിയത്. ഇപ്പോഴാണ് പിന്നെ കോരണത് തന്നെ. അതിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇനി കോരാൻ എളുപ്പമാണ്, ഇതൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് കോരി. ഇനി ഇത് ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം നിറയ്ക്കണം. അതുപോലെ തന്നെ കണ്ടോ ഞാൻ വെള്ളം കോരി വെച്ചതിനെല്ലാം അവൾ കളിക്കുന്നത്. പിന്നെ ഞാൻ കുറേശ്ശെ എടുത്ത് ബാത്റൂമിലൊക്കെ വെച്ചു. 2 ബാത്റൂമിലും വീത്തി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ രാത്രിയായപ്പോൾ പിറ്റേ ദിവസം മേഘ തൃശ്ശൂരോട്ട് പോകട്ടോ. അവൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു തൃശ്ശൂർ പോകും. അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ. എൻ്റെ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.